ഹലോ ഗൈസ്, അപ്പൊ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. ജയിലിക്ക് നോമിനേറ്റ് ആയത് ജാസ്മിനും നോറയാണ്. നോറ ഡയറക്റ്റ് നോമിനേഷൻ ആയിരുന്നു. അതായത് നമ്മുടെ പവർ ടീമിന് ഒരാളെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാലോ. അവർ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്തത് നോറേനെയായിരുന്നു. അവർക്ക് സത്യത്തിൽ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവർ ഗബ്രീനെ നോമിനേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു. കാരണം ഗബ്രി ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തുല്ലോ ഈ വീക്ക്. പക്ഷേ ഗബ്രി അതിന് അപ്പോളജൈസ് ചെയ്തു, സോറി ഒക്കെ പറഞ്ഞു, എല്ലാരോടും ക്ഷമയൊക്കെ ചോദിച്ചു. അപ്പൊ പിന്നെ ഗബ്രീനെ അവര് വേണ്ട വിചാരിച്ചു. കാരണം സിബിനു ഇവിടെ സെയിം തെറ്റ് ഇന്ന് ചെയ്തു, സിബിനും സോറി പറഞ്ഞല്ലോ. അപ്പൊ അവർക്ക് ഇനി അതൊരു പ്രോബ്ലം ആവണ്ടെന്ന് കരുതി ഗബ്രി സോറി പറഞ്ഞുകൊണ്ട് ഗബ്രീനെ അവര് നോമിനേറ്റ് ചെയ്തില്ല. പകരം നോറേനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും റീസൺ തന്നെയാണ്. കാരണം പവർ ടീം എപ്പോൾ മീറ്റിംഗ് വെക്കുമ്പോഴും ഈ നോറ വരില്ല. നോറ വല്ല റീസണും പറഞ്ഞ് തെറ്റിയിരിക്കുക, അവിടെ ഇവിടെയും പോയിരിക്കുക, അങ്ങനെയൊക്കെയാണ് എല്ലാ ആൾക്കാരും. അവർ ഒരാളെന്നില്ലാതെ എല്ലാവരും വന്നിരിക്കുമ്പോഴും നോറ മാത്രം വരില്ല. ഇന്നിപ്പം ജാസ്മിൻ സിബിൻ ഇഷ്യൂലും മീറ്റിംഗ് വെച്ചപ്പോൾ നോറ വന്നില്ല. നോറ അനങ്ങിയില്ല. നന്ദന ഒരുപാട് പോയി വിളിക്കുന്നുണ്ടായിരുന്നു അവരുടെ ടീമിലെ നന്ദന, പക്ഷെ നോറ വന്നില്ല. അതുപോലെ ഇന്നലെ ഒരു മീറ്റിംഗ് വെച്ചപ്പോഴും റൂമിൽ പോയി കിടന്നു. അങ്ങനെ ഒരു റെസ്പോൺസിബിൾ അല്ലാണ്ട് ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറുന്നതുകൊണ്ട് നോറേനെയാണ് അവര് നോമിനേറ്റ് ചെയ്തത്. പിന്നെ വോട്ട് കൂടുതൽ കിട്ടിയത് പിന്നെ എല്ലാവരുടെയും നോമിനേറ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ജാസ്മിനാണ്. ജാസ്മിന് 10 വോട്ട്. പിന്നെ ജാസ്മിന് 7 വോട്ട് കേട്ടോ, സോറി, ജാസ്മിന് 7 വോട്ട്, ഗബ്രിക്ക് 5 വോട്ടും കിട്ടി. ജാസ്മിനെ നോമിനേറ്റ് ചെയ്യാനുള്ള 7 വോട്ട് കിട്ടാനുള്ള റീസൺ എല്ലാവരും പറഞ്ഞത്, ഒരുവിധം എല്ലാവരും ആ റീസണാ പറഞ്ഞത്.